പല സുഹൃത്തുക്കളും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നിർമ്മാതാക്കൾക്ക് ചെറിയ പൈസക്ക് സിനിമ എടുക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ ആണ്. ഇതിന് മുൻപ് ഞാൻ തിയേറ്ററുകാർക്ക് ടിക്കറ്റിൻ്റെ പൈസ കുറച്ചിട്ട് പിന്നെ പടം വിജയിപ്പിക്കാനുള്ള ഐഡിയ പറഞ്ഞു കൊടുത്തു. അതുപോലെ ഇന്ന് നിർമ്മാതാക്കൾ ഈ രണ്ടാം നിര മൂന്നാം നിര നടന്മാർക്ക് വരെ കോടികൾ വാരി കൊടുക്കില്ലേ, അതിൻ്റെ ആവശ്യമില്ല. അതായത് മമ്മൂട്ടി മോഹൻലാൽ എന്ന ഒന്നാം നിര നടന്മാർക്ക് പൈസേൻ്റെ കാര്യം ഇപ്പം നമ്മളിവിടെ പറയണ്ട, അവരുടെ കാര്യം പറയണ്ട. അവർ സ്വന്തമായി പടം നിർമ്മിക്കുന്ന ആൾക്കാർ, അവർക്ക് നിർമ്മാതാക്കളില്ല. ആരും നിർമ്മാതാക്കൾ അവരുടെ അടുത്ത് പോകാറില്ല ഇപ്പോൾ. കാരണം പല്ല് കൊഴിഞ്ഞ സിംഹങ്ങളാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ക്രിക്കറ്റിൽ പഴയ കളി ആരെയും കാണും. ഇപ്പം ഗവാസ്കറും കപിൽ ദേവലും വന്ന് കളിച്ചാൽ ആരും കാണൂല. അതേപോലെ ഇവരെ പൈസ എടുത്തിട്ട് തന്നെ സിനിമ നിർമ്മിച്ചിട്ട് ഇങ്ങനെ ഒരു 3-4 ദിവസം കളിക്കുന്നു പോകുന്നു. എന്തെങ്കിലും മുടക്ക് മുതൽ കിട്ടുന്നുണ്ടോയെന്നും അറിയില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അവരെ കാര്യം പറയണ്ട. പിന്നെ അത് ആരെങ്കിലും അവരെ ഈ ചെവിക്ക് പിടിച്ച് പുറത്താക്കുന്നവരെ അവർ അഭിനയിക്കും. അവരിപ്പം സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുമെന്ന് പറഞ്ഞാൽ നിർത്തൂല. അവസാനം ഈ പ്രേക്ഷകർ ചെവിക്ക് പിടിച്ചിട്ട് പുറത്താക്കണം, എന്നാലേ പുറത്തു പോകും. അതുകൊണ്ട് മമ്മൂട്ടി മോഹൻലാലിൻ്റെ കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല. ഇപ്പോൾ പറയുന്നത് രണ്ടാം നിര നായകന്മാർ, മൂന്നാം നിര നായകന്മാരും നാലാം കിട നായകന്മാർക്കും ഈ പ്രൊഡ്യൂസർ പൈസ വാരി കൊടുക്കുന്നതിന് കൂടെ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം രണ്ടാം നിര നായകന്മാരായ ടോബിനോ, പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, ഫഹദ് ഫാസിൽ, നിവിൻ പോളി, ദുൽഖർ സൽമാൻ, ഷെയ്ൻ നിഗ, ഇവർക്കെല്ലാം കോടികളാണ് കൊടുക്കുന്നത്. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് കൊടുക്കേണ്ട നമ്മളിപ്പോൾ സാലറി നിശ്ചയിച്ചാൽ മതി. അവർക്ക് ഒരു മാസത്തെ ഡേറ്റ് ആണെങ്കിൽ ഒരു മാസത്തെ സാലറി. അതായത് ഇപ്പോൾ IT കമ്പനിക്കാർക്കെല്ലാം നമ്മൾ വലിയ കമ്പനിക്കാർ സാലറി കൊടുക്കുന്നില്ല. വലിയ പഠിച്ച ബിരുദധാരികൾക്ക് കൊടുക്കുന്നത് മാസത്തിൽ മാക്സിമം 2-3 ലക്ഷമാണ്. ഈ ഒന്നും പഠിക്കാത്ത സ്കൂളിൻ്റെ കണ്ടി കയറാത്ത നടന്മാർക്ക് ചില നടന്മാർക്ക് സ്കൂളിൽ തന്നെ പോയിട്ടുണ്ടാവില്ല. അവർക്കും അഭിനയിക്കാരെങ്കിൽ പിന്നെ വിദ്യാഭ്യാസമൊന്നും വേണ്ട. മഴ നനയുന്നതിന് സ്കൂളിൻ്റെ വരാന്തയിൽ വരെ കയറി നിന്നിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർ വരെ നടന്മാരുണ്ടാവും. അവർക്ക് കൊടുക്കുന്നത് കോടികൾ. വലിയ പഠിച്ച ബിരുദധാരികൾക്ക് മാസത്തിൽ 3 ലക്ഷമേ ഉള്ളൂ. ഈ ഒന്നും അറിയാത്ത ഇവർക്ക് ഏക്കാപ്പുക്കം അറിയാത്ത ഇവർക്ക് കൊടുക്കുന്നത് കോടികൾ. അതിനെ ഒരു കടിഞ്ഞാണ് ഇടണം. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഇവർക്കൊരു മാസത്തെ സാലറി നിശ്ചയിക്കുക, എന്നിട്ട് 2-3 ലക്ഷം സാലറി നിശ്ചയിച്ച് ഡേറ്റ് വാങ്ങുക. അങ്ങനെ ഇവർ ആദ്യം അഭിനയിക്കില്ല എന്നെല്ലാം പറയും. പിന്നെ ഇവരിങ്ങോട്ട് തന്നെ വരും. നമുക്ക് മാസത്തെ 3 ലക്ഷം വേണ്ട, 1 ലക്ഷം മതി എന്ന് പറഞ്ഞിട്ട് വരും. വേറെ ഇവർക്ക് ഏത് ജോലി കിട്ടുക? അപ്പോൾ ഈ പറഞ്ഞ നടന്മാരെല്ലാം 1-2 ലക്ഷം കൊടുത്താൽ തന്നെ വരും. അവസാനം 1 ലക്ഷം മതി, സെറ്റിലെ ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ ചെയ്തു നോക്കിയാൽ മതി. ഇവർ ആരും പൈസ എല്ലാ നടന്മാരുടെ അടുത്തും പറയാം മാസത്തിൽ 2 ലക്ഷം ശമ്പളം. നിങ്ങൾ വരുന്നെങ്കിൽ വരാം, ഇല്ലെങ്കിൽ വരണ്ട, പടം എടുക്കാതിരിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നാലിനെ ഇങ്ങോട്ടേക്ക് വരും. ഇവർ തുടക്കകാലത്ത് പൈസ വാങ്ങലുണ്ട്. ഇപ്പോൾ തുടക്കകാലത്ത് പണ്ട് വന്ന നടന്മാർ സുരേഷ് ഗോപി, ജയറാം, ഇവർക്കൊന്നും തുടക്കകാലത്ത് പൈസ തന്നെ ഉണ്ടാവില്ല. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചാൻസ് ചോദിച്ചിട്ട് വരുന്നതല്ലേ. അവർ സെറ്റിലെ ബിരിയാണി മാത്രം മതി എന്ന് പറയും സിനിമയിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ കയറിക്കഴിഞ്ഞാൽ പേരെടുക്കുമ്പോൾ ആണ് ഈ പൈസക്കെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവരിപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ വരും. ഇവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ട, പൈസ ഒന്നും വേണ്ട. അത് നിർമ്മാതാക്കൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നിർമ്മാതാക്കൾ വിചാരിക്കുന്നത് ഇവർ പൈസക്കാണ് അഭിനയിക്കുന്നത്. പൈസക്കല്ല, ഇവർക്ക് പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ പൈസ ഇല്ലെങ്കിൽ ഇവർ സെറ്റിലെ ബിരിയാണി മാത്രം കൊടുത്താൽ തന്നെ അഭിനയിക്കും. അപ്പോൾ രണ്ടാം നിര നടന്മാർക്ക് 2 ലക്ഷം കൊടുക്കും. അതിന് മൂന്നാം കിട നടന്മാരുണ്ട്. സുരേഷ് ഗോപി, ജയറാം, മുകേഷ്, ഇങ്ങനെ ഔട്ടായ നടന്മാർ, ഫുൾ ഔട്ടായ നടന്മാരുണ്ടല്ലോ, പണ്ടത്തെ കളവന്മാർ. അവർക്ക് ഒരു 50,000 1 ലക്ഷം സാലറി വേണമെങ്കിൽ അഭിനയിക്കാല്ലേ പോയിക്കൊള്ളാം. ഇങ്ങോട്ട് നിർമ്മാതാക്കളെ വിളിക്കും. പിന്നെ 50 വേണ്ട, മാസത്തിൽ 25,000 മതി എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കും. വേറൊന്നും ജോലിയൊന്നും അവർക്കൊന്നും കിട്ടൂല. അങ്ങനെ രണ്ടാം നിര സുരേഷ് ഗോപി, മൂന്നാം കിട രണ്ടാം നിരയാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ രണ്ടാം നിരയിൽ നിവിൻ പോളി, ടോവിനോ, ദിലീപ് അതിൽ പെടും, രണ്ടാം നിരയിൽ പെടും. മൂന്നാം കിടയിൽ പെടുന്ന സുരേഷ് ഗോപി, ജയറാം, മുകേഷ്, അങ്ങനെ സായി കുമാർ, അവർക്കെല്ലാം ഈ പൈസ 50,000 അല്ലെങ്കിൽ 1 ലക്ഷം. പിന്നെ നാലാം കിട നടന്മാരുണ്ട്. ആസിഫ് അലി, പിന്നെ ധ്യാൻ ശ്രീനിവാസ്, വിനീത് ശ്രീനിവാസ്, ഗോകുൽ സുരേഷ്, പ്രണവ് മോഹൻലാൽ, കാളിദാസ്, ടൈം ഷൈൻ ചാക്കോ എന്നിട്ട് പറഞ്ഞ വേറെ ആളില്ലേ, അവനെല്ലാം ഒരു 25,000 30,000. ഇത് ലക്ഷങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് തലക്ക്. പിന്നെ ലാസ്റ്റ് ഇവർ വെളിവില്ലാതെ ചില നടന്മാരെല്ലാം സംസാരിക്കുന്നത്. ചില ആൾ ഇൻ്റർവ്യൂ എല്ലാം കാണാം. ഈ ഷൈൻ ചാക്കോൻ്റെ എല്ലാം ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ
ആരോ വലിയ ആളെന്നാണ് സംസാരമല്ല. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്നെല്ലാം പറഞ്ഞു. ഇതെല്ലാം ആകുമ്പോൾ വരുന്നത് പൈസ കൂടുതൽ കിട്ടുന്നുണ്ടാണ്. ഇവർക്കെല്ലാം 25,000 അല്ലെങ്കിൽ 30,000 കൊടുക്കാൻ, എന്നിട്ട് അഭിനയിക്കുമെന്ന് ചോദിക്കുക ഡേറ്റിന് വരുമ്പോൾ, ഡേറ്റിന് പോകുമ്പോൾ. ഇതാണ് നമ്മൾ പൈസ തരും, 25,000 30,000. എല്ലാ ഈ പറഞ്ഞ 4 കിട്ട നടന്മാരോടെല്ലാം അങ്ങനെ പറയാം. അന്നേരം ആദ്യം അഭിനയിക്കില്ല, നമുക്ക് 1 ലക്ഷം വേണമെന്നെല്ലാം പറയും. പക്ഷെ അന്നേരം കൊടുക്കാതിരിക്കുക, സിനിമ അവരെ എടുക്കാതിരിക്കുക. പിന്നെ അന്നേരം ഇവർ ഈ നിർമ്മാതാക്കളെ വിളിക്കും, നമ്മൾ 25,000 രൂപയ്ക്ക് അഭിനയിച്ചോളാം എന്ന് പറയും. മമ്മൂട്ടി മോഹൻലാൽ തുടക്കകാലത്ത് ഈ മാർക്കറ്റ് പിടിച്ചത് അങ്ങനെയാണ്. അന്ന് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിന് 2 ലക്ഷം, സോമസുകുമാരനെല്ലാം 50,000. അന്നേരം ഈ മമ്മൂട്ടി മോഹൻലാൽ 5,000 രൂപയ്ക്ക് അഭിനയിച്ച് ഈ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സോമനെയും സുകുമാരനെയും ഔട്ടാക്കിയത് ഈ മമ്മൂട്ടി മോഹൻലാലാണ്. അവർക്ക് 50,000 വാങ്ങും, ഇവർ 5,000 വാങ്ങും. ആ രണ്ടാളെ പാടും ഏകദേശം സോമൻ്റെ പടം ഓടുന്ന വരെ തന്നെ മമ്മൂട്ടിൻ്റെ പടം ഓടാൻ തുടങ്ങി. അപ്പോൾ ഇവർ പൈസ കൂട്ടിയില്ല. ഈ തുടക്കകാലത്ത് 5,000 10,000 തന്നെ വാങ്ങിയിട്ട് മാർക്കറ്റ് പിടിക്കുന്നവരെ രണ്ടാളും മോഹൻലാൽ മമ്മൂട്ടി നിന്ന്. അതാണ് ഇതിൻ്റെ ചരിത്രം.